ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ നടി രശ്മിക മന്ദാനയും നടൻ വിജയ് ദേവരകൊണ്ടയും കഴിഞ്ഞ 26-നാണ് വിവാഹിതരായത്. വിവാഹ ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെ വധൂവരന്മാരുടെ വസ്ത്രവും ആഭരണങ്ങളും ഏറെ ചർച്ചയായിരുന്നു. അത്യാഡംബരപൂർവ്വം നടത്തിയ വിവാഹത്തിന് പരമ്പരാഗത ശൈലിയിലും എന്നാൽ ഏറെ ആകർഷകവുമായ വേഷവിധാനങ്ങളോടെയുമാണ് ഇരുവരും എത്തിയത്. ഇതിനിടെ എല്ലാവരും ഏറെ ശ്രദ്ധിച്ച ഒന്നാണ് രശ്മികയുടെയും വിജയുടെയും വിവാഹ ആഭരണങ്ങൾ. പ്രശസ്തമായ ശ്രീ ജ്വല്ലേഴ്സ് ആണ് ഇരുവരുടെയും ആഭരണങ്ങൾ തയ്യാറാക്കിയത്. വിലയേറിയ ഡയമണ്ടുകൾക്ക് പകരം സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ മാത്രം മതി എന്നത് രശ്മികയുടെ നിർബന്ധമായിരുന്നുവെന്ന് ശ്രീ ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് പറയുന്നു. മാസങ്ങൾ നീണ്ട വിശദമായ ആസൂത്രണത്തിനും ചർച്ചകൾക്കും ശേഷമാണ് ഇവ തയ്യാറാക്കിയത്. ദക്ഷിണേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയിൽ നിന്നും സാംസ്കാരിക പ്രതീകാത്മകതയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡിസൈൻ തയ്യാറാക്കിയതെന്ന് ഇവർ പറഞ്ഞു. രശ്മികയുടെ ലുക്ക് ഒരു ദേവിയെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അതേസമയം വിജയ് ഒരു പരമാധികാരനായ രാജാവിന്റെ പ്രതീകമാണ് സ്വീകരിച്ചത്. ആരംഭഘട്ടം മുതൽ ഫിറ്റിംഗും സ്റ്റൈലിംഗും വരെ ഏകദേശം 10 മാസമെടുത്താണ് ഈ ആഭരണങ്ങൾ നിർമ്മിച്ചത്. വിവാഹത്തിന്റെ രാജകീയ പ്രൗഢിക്ക് അനുയോജ്യമാകും വിധം ഓരോ ഭാഗവും അതീവ ശ്രദ്ധയോടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചടങ്ങിനായി രശ്മിക 11 കസ്റ്റമൈസ് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞു. പരമ്പരാഗത മാലകൾ, സ്റ്റേറ്റ്മെന്റ് ജുംക്കകൾ, ബ്രൈഡിനായി ഒരു ജടബില്ല, ചമ്പസരലു, ഹാത്ത്ഫുൾ, മത്തപ്പെട്ടി, നോസ്പിൻ, വളകൾ, ബാജുബന്ദ്, അരഞ്ഞാണം, പയലുകൾ എന്നിവ അവരുടെ വസ്ത്രങ്ങളിലുണ്ടായിരുന്നു. ഓരോ വസ്ത്രത്തിലും വിശദമായ നഖി വർക്ക്, മികച്ച റവ ഗ്രാനുലേഷൻ, ഉയർന്ന റിലീഫ് കൊത്തുപണികൾക്കും സങ്കീർണമായ ഘടനയ്ക്കും പേരുകേട്ട സാങ്കേതിക വിദ്യകൾ എന്നിവ ഉണ്ടായിരുന്നു. പുരാതന മാറ്റ് പോളിഷിൽ പൂർത്തിയാക്കിയ ആഭരണങ്ങൾ മൃദുവായതും പൈതൃകവുമായ ഒരു തിളക്കം വഹിച്ചു. തലമുറകളോളം വൈകാരികവും സാംസ്കാരികവുമായ മൂല്യം നിലനിർത്തുന്ന പൈതൃക ആഭരണങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഉദ്ദേശമെന്നും ഡിസൈനർമാർ വിശദീകരിച്ചു. വിജയുടെ ആഭരണ സ്റ്റൈലിംഗ് വരന്റെ രൂപത്തിന് ശക്തമായ ഒരു മാനം നൽകി. രശ്മികയും വിജയും അടുത്ത സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഒരു സ്വകാര്യ ചടങ്ങിലൂടെയാണ് വിവാഹിതരായത്.